എന്ത് സങ്കടം വന്നാലും അത് അപ്പം തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ഉടമ്പടിയിലാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുതന്നെയാണ് സുവിശേഷം. ദൈവരാജ്യം ഞാൻ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ തന്നെ ഇത് ദൈവരാജ്യത്തേക്കുള്ള വഴിയാണ്. നമ്മൾ ഉടമ്പടി ജീവിതം എന്നുവെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുകയാണ്. എൻ്റെ അമ്മയോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് അമ്മ മാതാവിനോട് സ്നേഹമാണ്. അമ്മയാണ് ഈശോയായിട്ട് അടുപ്പിച്ചത്. അമ്മയല്ലേ ഈ ലോകത്തേക്ക് ഈശോനെ കൊണ്ടുവന്ന്. അമ്മയായിട്ട് അടുത്താൽ തന്നെ നിങ്ങൾ ഈശോയായിട്ട് അടുത്തോളൂ. അതുതന്നെയാണ് ഉടമ്പടി. ഇതുപോലെ വലിയ സഹനങ്ങളുള്ളപ്പോഴും ഞാനാകെ പഠിച്ചിട്ടുള്ളത് മുട്ടിപ്പേ നിൽക്കുക എന്നാണ്. അതാ എൻ്റെ പ്രാർത്ഥന. മുട്ടിപ്പേ നിന്ന് കണ്ണും പൂട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അറിയില്ല അന്ന്. പ്രാർത്ഥനയ്ക്ക് അച്ഛനെ പഠിപ്പിച്ചെന്ന് ഇവിടെ വന്നപ്പോൾ. ഇറങ്ങുന്നവരെ എനിക്കറിയില്ല. ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ മൊബൈലിൽ ഇരുന്ന് വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്താറാകുമ്പോൾ പറഞ്ഞ് RCCയിലേക്ക് പോകാൻ ആരോ ഒരു സ്വരം പറയുക. ദൈവം നമ്മളോട് സംസാരിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ സംസാരിച്ചിരിക്കും. നിങ്ങൾ ചെവി കൊടുക്കണം. ലോകത്തേക്കില്ല കൊടുക്കേണ്ടത്. ഇത്രയും മാത്രം ചെയ്താൽ മതി. അമ്മയെ ആശ്രയിച്ച്, ഈശോനെ ആശ്രയിച്ച് മാത്രം നിന്നാൽ മതി. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നാളെ ഇനി അയാൾ തലയിൽ കയറിയിരിക്കുമെന്ന് പലരും കൗൺസിലിങ്ങിൽ എന്നോട് പറയാറുണ്ട്. നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അപ്പോൾ അനുദപിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നേക്കണം. നിനക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരം ദൈവം മുൻകൂട്ടിയെ നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പരിഹാരം തന്നു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തതാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ എവിടെയാണ്? ലോകരാജ്യത്തിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സാത്താന് നമ്മളുടെ മുകളിലുള്ള ആധിപത്യം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അത് മനസ്സുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയണത്? ദൈവമേ നിനക്ക് മഹത്വം എന്ന് പറയുമ്പോൾ അത് പൊട്ടിപ്പോവും. സാത്താൻ വെച്ചിരിക്കുന്ന ഒരു തടസ്സമുണ്ടല്ലോ ദൈവമായിട്ട് അടുക്കാനുള്ള, അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിൽ ദൈവമേ നിനക്ക് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ സങ്കടപ്പെടാതെ നോക്കണം. നമ്മളറിയാതെ ഏതെങ്കിലുമൊക്കെ വിചാരം കയറി വരും. അപ്പം സങ്കടം വരുമ്പോഴത്തേക്കും അത് വിശ്വാസം കുറഞ്ഞു പോകും. പ്രത്യാശ കുറഞ്ഞു പോകും. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ ബോധ്യമില്ലാതായി പോകും. അപ്പോൾ എന്ത് സങ്കടം വന്നാലും അത് അപ്പം തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ഉടമ്പടിയിലാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുതന്നെയാണ് സുവിശേഷം. അപ്പോൾ ഇത് നമ്മളെല്ലാവരും പാപം വഴി ദൈവത്തിൽ ഇരുന്ന് അകന്ന് ഇരിക്കുകയായിരുന്നു. ഇത് നമുക്ക് അമ്മ മാതാവ് വഴി നമുക്കൊരു അവസരം ദൈവം തന്നിരിക്കുക, ദൈവത്തിൻ്റെ സ്വന്തമാകാൻ. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ വന്ന് ടോക്കൺ എടുക്കുമ്പോൾ തന്നെ നമ്മളെ വിചാരം നിയോഗമൊക്കെ അതൊക്കെ തനിയെ കിട്ടിക്കോളും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഞാൻ വേറെ രാജ്യത്തിലായിരുന്നു. ഞാൻ എൻ്റെ നിയന്ത്രണം ലോകത്തിലായിരുന്നു. അത് ലോകരാജ്യം എന്ന് പറയും. പിശാചാണ് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തിരിച്ച് എങ്ങോട്ടാണ് വരിക? ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. ദൈവരാജ്യം ഞാൻ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ തന്നെ ഇത് ദൈവരാജ്യത്തേക്കുള്ള വഴിയാണ്. നമ്മൾ ഉടമ്പടി ജീവിതം എന്നുവെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുകയാണോ? ദൈവം പറഞ്ഞിട്ടുള്ള ജീവിതം ജീവിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രാജാവ് ആരാണ്? അവിടെ നമ്മളെ ഭരിക്കുന്നതും രാജ്യം ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ അതിനാ ദൈവരാജ്യം എന്ന് പറയണം. അപ്പോൾ നീ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ കൂടെ നൽകപ്പെടും. മത്തായി 6:13 മത്തായി 6:8 പറയണം, നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ ദൈവത്തിന് അറിയാം. അതാണ് ദൈവ പദ്ധതി. നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്
ഏറ്റവും നല്ലത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, അത് നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവത്തിന് അറിയാം. പക്ഷെ നീ ദൈവരാജ്യത്തിലേക്ക് വരണം, ദൈവം ഭരിക്കണം, ദൈവത്തിൻ്റെ പദ്ധതി, നിന്നിലുള്ള പ്ലാൻ നടപ്പിലാക്കണം ദൈവം. അപ്പം അതിന് നീ ലോകരാജ്യം വിട്ടു വരണം. ലോകരാജ്യം വിട്ടു വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈശോ ആദ്യ പ്രസംഗം പരസ്യ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത്, മത്തായി 4:17 പറഞ്ഞത്, നീ അനുതപിക്കുക, ദൈവരാജ്യം അടുത്തിരിക്കുക. അനുതപിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നമ്മളൊക്കെ എവിടെയാണ്? ലോകരാജ്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇത് പറഞ്ഞത്, നീ അനുതപിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എത്തണം. അപ്പോൾ അനുതാപം എപ്പോഴും വേണം, അനുതപിക്കണം. എന്താണ് അനുതാപം? അനുതാപം നമ്മളെ തെറ്റ് നമ്മൾ അംഗീകരിക്കുക, ആക്സെപ്റ്റ് യുവർ സിൻ. ആ ഒരു ബോധ്യത്തോടെ ഞാൻ പാപിയാണ്, ഞാൻ നിനക്കെതിരെ ദൈവമേ പാപം ചെയ്തു പോയി നമുക്കുള്ള ഒരു ബോധ്യം വേണം. എപ്പോഴും ദൈവത്തെ കാണുമ്പോൾ, മാതാവിനെ കാണുമ്പോഴും നമ്മൾ ചിലപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ആരാധനയുടെ മുമ്പിൽ പോകുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്തെങ്കിലും ചോദിക്കാനില്ല, എനിക്ക് അതുതാ ഇതാ, ദൈവ സമാധാനം എന്താ, ഇല്ല കുടുംബ സമാധാനം എന്താ, ഭവനെന്താ എന്ന് പറഞ്ഞ നിയോഗമല്ല ചോദിക്കേണ്ടത്. നീ ആദ്യം ദൈവരാജ്യത്തിലേക്ക് വാ, ദൈവം തന്നോളും. നീ ആദ്യം ചെയ്യേണ്ടത്, ദൈവമേ ഞാൻ പാപിയാണ്. പത്രോസ് ആദ്യം ഈശോനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടിപ്പേന്നെന്ന് പറഞ്ഞ് ഞാൻ പാപിയാണ്. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതും അതാണ്, എനിക്ക് യോഗ്യതയില്ല. അപ്പോൾ അനുദപിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കാര്യം എന്താണെന്നാണ്, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് അത്രയ്ക്ക് കരുതലാണ്. 1 പത്രോസ് 5:7 പറയണ, നീ നിൻ്റെ ഉൾക്കണ്ട അവനിലേക്ക് സമർപ്പിക്കും, അവൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലു. അത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്, ഒരിക്കലും തെറ്റില്ല. അത്രയ്ക്ക് ശ്രദ്ധിക്കുക. നമുക്ക് തോന്നും ഈ ആൾക്കൂട്ടത്തിൽ എവിടെ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ദൈവം എവിടെ അറിയുമോ? നിൻ്റെ മനസ്സിലുള്ള ചെറിയ വിഷമം പോലും ദൈവത്തിനറിയാം. നീ ചോദിക്കേണ്ട നിൻ്റെ ആഗ്രഹം വരെ ദൈവത്തിന് അറിയാം. അത് ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ ഇല്ല. ഞാൻ ഈ 2003 ഞാനിവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് അമ്മ മാതാവ് ഇവിടെ കൊണ്ടുവന്നെ. അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7 2004. പക്ഷെ അതിനു മുമ്പേ അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മ 2004 ഡിസംബർ 7 തിരഞ്ഞെടുത്ത് കൃപാസനത്തിലേക്ക് കടന്നു വന്ന അമ്മയൊന്നുമില്ല. അച്ഛന് പ്രത്യക്ഷപ്പെട്ടതെന്നാ. പക്ഷെ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അമ്മ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെ. അത് ഞാൻ നല്ല വിഷമത്തിലാകുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ എനിക്ക് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യില്ല. അത് അത്രയും പ്രശ്നമാണ്. ഞാനൊരു സ്ഥലത്ത് മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ അമ്മ പറയുക കൃപാസനത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഞാൻ ഈ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പിന്നെയും പറയണ, ഇവിടെ ഒരു ആവശ്യമുണ്ട്, കുറച്ച് കാശ് കൊടുക്കാൻ, 10,000-25,000 രൂപ കൊടുക്കാൻ. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഇവിടെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അന്നാണ് ആദ്യത്തെ, ഇവിടെ മാതാവിനെ പ്രതിഷ്ഠപ്പെടുത്തിയ ആദ്യത്തെ വർഷം റാലി നടക്കുക. 2003 ഇവിടുത്തെ ജപമാല ആദ്യത്തെ റാലി. അന്നാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ലൈനിൽ പോയി നിന്ന് ഞാൻ അച്ഛൻ്റെ കയ്യിൽ പൈസ കൊടുത്തു. അപ്പോഴാണ് പിന്നെയാണ് അച്ഛൻ 2-3 ദിവസം ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് അച്ഛനെ കാണുകയാണ്. വന്നപ്പോഴാണ് പറയുന്നത്, ഇവിടെ ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്പോൺസർ ചെയ്യാൻ റാലി കഴിഞ്ഞ് വണ്ടിക്ക് കൊടുക്കാൻ പൈസയില്ല, തരാമെന്ന് പറഞ്ഞാൽ ആ പൈസ കിട്ടിയിട്ടില്ലായിരുന്നു, സ്പോൺസർ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പറഞ്ഞു വിടണമെങ്കിൽ 10,000-24,000-25,000 രൂപ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ വേറെ സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഒരു
20 കിലോമീറ്റർ അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇവിടെ വന്ന് പറയണം. ഇതുപോലെ ഞാനൊരു ദിവസം, അന്ന് കൃപാസനമൊന്നും എനിക്കറിയില്ല, 2003 ഇവിടെ വരുന്നത്, ജ്ഞാനസ്ഥാനം എടുക്കണത് 2011. അപ്പം ഞാനൊരു ദിവസം, പക്ഷെ അമ്മയായിട്ട് എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് അമ്മ മാതാവിനോട് സ്നേഹമാണ്. ഈശോനെയൊക്കെ പിന്നെ അറിയുന്നത്. അമ്മയാണ് ഈശോ ആയിട്ട് അടുപ്പിച്ചത്. അമ്മയല്ലേ ഈ ലോകത്തേക്ക് ഈശോനെ കൊണ്ടുവന്ന്. അമ്മയായിട്ട് അടുത്താൽ തന്നെ നിങ്ങൾ ഈശോ ആയിട്ട് അടുത്തോളൂ. അതുതന്നെയാണ് ഉടമ്പടി. ഈശോ ആയിട്ട് അടുപ്പിക്കാനാണ് അമ്മ വഴി അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് തിരുവനന്തപുരത്ത്, ഞാൻ എൻ്റെ വൈഫും പിള്ളേരുമായിട്ട് തിരുവനന്തപുരം പോയി. പണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു, എൻ്റെ ബിസിനസ്സെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പ്രാവശ്യം ഒരു കാര്യമായിട്ട് തിരുവനന്തപുരം പോയി. തിരുവനന്തപുരം പോയപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് പണ്ട് 1997 കരമന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ വേറെ ആവശ്യമായിട്ടാണ് പോയത്, ഒരു കല്യാണ ആവശ്യത്തിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ പോയി വണ്ടി എടുത്ത് വണ്ടിയുടെ വഴി തെറ്റി കരമന പോയി. ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി. തിരക്കിട്ട് ഞങ്ങൾ പോകാൻ പോയതാണ്. വഴി തെറ്റി, അവിടെ വൺ വേ ഒക്കെ ആയി, വഴി മാറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വഴി മാറിയെന്ന്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും എന്തായാലും ഞങ്ങളെ പണ്ട് ഞങ്ങൾ താമസിച്ച വീടുണ്ടല്ലോ, ആ വീടൊന്ന് പോയി കണ്ടിട്ട് വന്നേക്കാം. പുറത്തിരുന്ന് ഒരു 5 കൊല്ലമായി. അപ്പോൾ ആ വീടൊക്കെ എങ്ങനെയുണ്ട്, ആ പരിസരമൊക്കെ കുറച്ച് ദിവസം താമസിച്ചില്ലേ എന്ന് പറഞ്ഞ് വാടകയ്ക്ക് താമസിച്ച. അപ്പോൾ ആ വഴി ഇടവഴി കൂടി എടുത്ത് വണ്ടി, എന്തായാലും വഴി മാറിപ്പോയി, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ വീടൊക്കെ പൂട്ടിയിരിക്കണം. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഒരു ഡ്രൈവറും ഭാര്യയും ഉണ്ടായിരുന്നു. ഷൈല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്, ഭർത്താവിൻ്റെ പേര് ദാസൻ. എന്തായാലും ഇവിടെ വരെ വന്നതല്ല, വണ്ടി സൈഡിൽ നിർത്തിയിട്ട് അവരുടെ വീട്ടിൽ പോയി ഒരു കുടിലിൽ താമസിക്കുക. അന്നും അപ്പോൾ പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ താമസിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ആ കുടിലാണ്, ഒരു ചെറിയൊരു ഓടിട്ട വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി പോകുമ്പോഴത്തേക്കും വാതിലൊക്കെ അടച്ച്, അവർക്ക് 2 പിള്ളേരുണ്ട്. വാതിലൊക്കെ അടച്ച്, വാതിലിങ്ങനെ പതുക്കെ തുറന്നിരിക്കുക. അകത്തെല്ലാം അന്ധകാരമാണ്, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. പതുക്കെ ഇങ്ങനെ തുറന്ന് വിളിച്ച് ദാസാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അകത്തിരുന്ന് ഒരു ചെറിയ സ്വരം കേട്ടു. അപ്പോൾ ഇവരുടെ ഭാര്യയ്ക്ക് അകത്ത് പോയപ്പോഴത്തേക്കും അവർ കിടപ്പാണ്. അവർക്ക് 1 കൊല്ലമായിട്ട് ക്യാൻസർ 4th സ്റ്റേജാണ്. ഉദരത്തിൽ, വയറ്റിൽ ക്യാൻസറാണ്. ഭക്ഷണമൊന്നും കഴിക്കാറായിട്ടില്ല. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ഡോക്ടറൊക്കെ RCC എന്ന് പറഞ്ഞു വിട്ട് അവിടെ കിടക്കുക. ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ, ഇവിടെ ട്യൂബ് ഇട്ടിരിക്കുക, മൂക്കിലൊക്കെ ട്യൂബ് ഇട്ടിരിക്കുക, മൂക്ക് വഴിയാണ്. അത് സംസാരിക്കാൻ പറ്റാതെ കാര്യം പറഞ്ഞ് എൻ്റെ ജീവിതമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി എന്ന്. അപ്പോൾ ഞാൻ എന്തിനാ ദൈവം കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അത് ഞാൻ ചോദിച്ച്, എനിക്കന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞ് മാതാവുണ്ട്, എനിക്ക് കുറേ ചെറിയ ബൈബിളിൻ്റെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവർ ക്രിസ്ത്യാനിയും കൂടിയാണ്. അപ്പോൾ എന്താ ആഗ്രഹമെന്ന് ചോദിച്ച്, കാശ് കുറച്ച് സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞ്. എന്നാലും അതൊന്നുമില്ല, ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്കൊന്ന് മരിക്കണതിന് മുമ്പ് ഒന്ന് ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. എനിക്കന്ന് കൃപാസനം അറിയില്ല. അപ്പോൾ എവിടെ കൂടണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഡിവൈൻ ഭയങ്കര, എല്ലാവരും ഡിവൈനിലാണ് പോകുന്നത്. അപ്പോൾ അയാളുടെ ഭർത്താവിൻ്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായി. ഞാൻ വിളിച്ച്, അപ്പോൾ അവർക്ക് പൈസ ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് എന്നെ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഭർത്താവിനെയും കയറ്റി കുറച്ച് കാശും കയ്യിൽ കൊടുത്ത് നേരെ ധ്യാനത്തിന് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ആഗ്രഹിച്ചതാണ് മരിക്കണതിന് മുമ്പ്. അപ്പോൾ എൻ്റെ വഴി തെറ്റി അങ്ങോട്ട് പോകാനും അമ്മ മാതാവ് അങ്ങോട്ട് കൊണ്ടുപോകും. അമ്മ നയിച്ചു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരേ കാര്യം, എൻ്റെ കാര്യം വിട്, അവരുടെ മനസ്സിലുള്ളത് ദൈവം കണ്ടിട്ടുണ്ട്, ആഗ്രഹങ്ങൾ. അവർ ഡിവൈനിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലാണ് താമസിക്കണേ. ആംബുലൻസ്, ആ വണ്ടി തന്നെ ആംബുലൻസ് കൊച്ചി വഴി വന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ അന്ന് അതിശയിക്കുന്ന അവരുടെ മുഖമെല്ലാം മാറി, ഭയങ്കര മാതാവിൻ്റെ മുഖം പോലെ അത്രയും പ്രകാശവും. അവരുടെ ആ കരച്ചിലൊക്കെ പോയി. ആ ട്യൂബെല്ലാം ഇല്ലാതെ അവർ പറയുക, എനിക്ക് വളരെ സന്തോഷമായി,
എന്ന് പറഞ്ഞ് അന്വേഷണമൊക്കെ പറഞ്ഞ് അവർ അടുത്ത ദിവസം പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. പക്ഷേ ദാസ് എന്നോട് പറഞ്ഞത് വളരെ സന്തോഷത്തോടെയാണ് മരിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് അവർ കരഞ്ഞിട്ടില്ലെന്നാണ്. അപ്പോൾ ദൈവത്തിന് ഇത്രയും കരുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമുക്കെല്ലാം തോന്നും, ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ പേര് സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ എന്താ നടക്കാത്തതെന്ന്. നിൻ്റെ കാര്യവും ദൈവത്തിനറിയാം. നിൻ്റെ ഓരോ മുടിനാറ് ദൈവം എണ്ണി വെച്ചിരിക്കുക. ലൂക്കാ 12:7 പറയുന്ന പോലെ അത്രയ്ക്ക് ശ്രദ്ധാലുവാണ്. ഇതുപോലെ ഞാൻ ഒരു ദിവസം, എനിക്ക് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, എനിക്ക് അവരെ അറിയുക പോലുമില്ല. ഞാൻ ഇങ്ങനെ എറണാകുളത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെപ്പോഴും ദൈവം ഇടപെടുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വലിയ സഹനങ്ങളുള്ളപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി, അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് വിചാരിക്കണം. ഇതുപോലെ വലിയ സഹനങ്ങളുള്ളപ്പോഴും ഞാനാകെ പഠിച്ചിട്ടുള്ളത് മുട്ടിപ്പേ നിൽക്കുക എന്നാണ്. അതാ എൻ്റെ പ്രാർത്ഥന. മുട്ടിപ്പേ നിന്ന് കണ്ണും പൊട്ടി ഇങ്ങനെ പ്രാർത്ഥന അറിയില്ല. അന്ന് പ്രാർത്ഥനയൊക്കെ അച്ഛനെ പഠിപ്പിച്ചെന്ന് ഇവിടെ വന്നപ്പോൾ. ഇതൊക്കെ 2003 മുമ്പേ ഉള്ള കാര്യമാണ്. മുട്ടിപ്പേ നിൽക്കുക, ഒരു ചെറിയ ബൈബിളുണ്ട്, എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ ഓർക്കുക, എന്നിട്ട് ബൈബിൾ തുറന്നത് വായിക്കും. അപ്പോൾ ഇതേപോലെ എൻ്റെ മനസ്സിൽ പറയുക, ദൈവം സംസാരിക്കണ ഈ സ്വരമൊന്നും കേൾക്കില്ല, നല്ല ബോധ്യം ഉണ്ടാകും. ആ ബോധ്യത്തിൻ്റെ സ്വരമാണത്. ഹൃദയം തമ്മിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വലിയ വിഷമം വന്നിട്ട് വീട്ടിൽ പോകാൻ മടി. ഞാനവിടെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുക. 1 മണിക്കൂറിലേക്ക് റൂമെടുത്ത്. അപ്പം തന്നെ പ്രശ്നം വന്നപ്പോൾ എവിടെയെങ്കിലും മുട്ടുകുത്തി നിൽക്കണം, വീട്ടിൽ പോകാനൊന്നും എനിക്ക് വയ്യ. കടവന്തരയിൽ എൻ്റെ ബിസിനസ്സിൽ വലിയ പ്രശ്നം ഒക്കെ കൂടിയാണ്. അപ്പോൾ ഞാൻ വുഡ്ലാൻഡ്സിൽ പോയി റൂമെടുത്ത്, സൗത്തിലുള്ള അവിടെ പോയി റൂമെടുത്ത് അവിടെ മുട്ടിപ്പേ നിൽക്കുക, ഇങ്ങനെ വയ്യ. അപ്പോൾ സ്വർഗ്ഗം വയ്ക്കുക, നീ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഭ്രാന്തി പിടിച്ച പോലെ റൂം 1 മണിക്കൂറിൽ അപ്പം തന്നെ വെക്കേറ്റും ചെയ്ത് ഞാൻ നേരെ സൗത്തിലേക്ക് ഒരു ആട്ടോ പിടിച്ച് പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് 1 മണിക്ക് 1.5 മണിക്ക് എന്തോ ആണ് ആ സമയം. ട്രെയിനുണ്ട് ആ സമയത്ത്. ഞാൻ ട്രെയിനിൽ കയറിയിരിക്കുക. എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല, ഭ്രാന്തി പിടിച്ച് പോയി. ഇവിടെ വലിയ പ്രശ്നമാണ്. കയ്യിൽ കുറച്ച് കാശുമുണ്ട്, എപ്പോഴും ബിസിനസ് ആയതുകൊണ്ട് ബാഗിൽ കാശുണ്ടാവും. തുണിയൊന്നും എടുത്തിട്ടില്ല. തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരം പോയി അവിടെ തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ തോന്നി. അനിലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, ബൈക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇറങ്ങുന്നവരെ എനിക്കറിയില്ല. ഞാൻ ഒരു 1/2 മണിക്കൂർ മുമ്പേ മൊബൈലിലിരുന്ന് വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്താറാകുമ്പോൾ പറഞ്ഞ RCCയിലേക്ക് പോകാൻ ആരോ ഒരു സ്വരം പറയുക. ദൈവം നമ്മളോട് സംസാരിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ സംസാരിച്ചിരിക്കും. നിങ്ങൾ ചെവി കൊടുക്കണം. ലോകത്തേക്കില്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ബൈബിള് വായിക്കണം. ബൈബിൾ ദൈവത്തിൻ്റെ സ്വരമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമാവും ദൈവത്തിൻ്റെ സ്വരം എന്താണെന്ന്. ഇപ്പോൾ കുറേ ദിവസം നിങ്ങളെ വിളിക്കുന്നവർ, സംസാരിക്കുന്നവർ സ്വരം, അവർ പേര് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവരാ വിളിക്കണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് വരുമ്പോഴത്തേക്ക് ദൈവം സംസാരിക്കാം. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ പരിചയമില്ലാത്തതുകൊണ്ട് ആ സ്വരം കേൾക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ എന്നോട് RCC പോകാൻ പറഞ്ഞു. ഞാൻ RCC പോയപ്പോൾ പിന്നെ ദൈവം ഇടപെട്ടു. ഞാൻ പറഞ്ഞു ചിൽഡ്രൻസ് വാർഡിൽ പോകണം RCCയിൽ നിന്ന്. അത് 6:30 മണിയായി ഞാൻ അവിടെ എത്തുമ്പോൾ. അപ്പോൾ വാർഡ് ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് കറക്റ്റ് ബോധ്യമായി അവർക്ക് ആർക്കോ സഹായിക്കാനുണ്ടെന്ന്. ഇതൊക്കെ ദൈവം ഇങ്ങനെ വഴി നടത്തും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ വാർഡൻ സിസ്റ്ററോട് പറഞ്ഞു, അവിടുത്തെ പുറത്തുള്ള സിസ്റ്ററോട് പറഞ്ഞ് അകത്ത് വിടില്ലെന്ന് പറഞ്ഞു. അവരിപ്പോൾ വിസിറ്റ് അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിൽ നിന്ന് പറയാം, സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇവിടെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ കുറച്ച് പേരെ 3 പേരെ ഒന്ന് അയക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരെ ഗേറ്റിലേക്ക് അയച്ച്. ഞാൻ എമൗണ്ട് പറയണില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് അത്രയും പിരിച്ച് 3 പിരിച്ചിട്ട് 3 പേരെ കയ്യിൽ വെച്ച്. അവരിങ്ങനെ മുട്ടിപ്പേ നിന്ന്, എൻ്റെ കാലിലൊന്നും വീണല്ല, മുട്ടിപ്പേ നിന്ന് കയ്യും പൊക്കി അമ്മ മാതാവേ എന്ന് പറഞ്ഞ് കരഞ്ഞ്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഇന്നലെ തൊട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. മക്കൾക്ക് കീമോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് 3 ദിവസമായിട്ട് നാട്ടിൽ പോയിരിക്കുക. അവിടെ കാശ് പിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല.
കൊച്ചിന് ഒരു നേരം പാലിവിടെ തരും, ബാക്കി അത് കറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കാശില്ല ഞങ്ങളുടെ കയ്യിൽ. ഇന്നലത്തോടെ പൈസ തീർന്നപ്പോൾ ഞങ്ങൾ മുട്ടിപ്പ് എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നേരം വരെ പ്രാർത്ഥിക്കുക. അമ്മ എവിടെയോ ഇരുന്ന എന്നെ, എത്രയോ കിലോമീറ്റർ എന്നെ, അവരുടെ മനസ്സും അവരുടെ പ്രശ്നം അറിഞ്ഞിട്ട് എന്നോട് അങ്ങോട്ട് പറയുക, നിങ്ങൾക്ക് വേണ്ടി മാലാഖമാരെ അമ്മ അയക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. അമ്മയെ ആശ്രയിച്ച്, ഈശോനെ ആശ്രയിച്ച് മാത്രം നിന്നാൽ മതി. അതിന് ലോകരാജ്യം വിട്ടിങ്ങോട്ട് വേണം. എപ്പോഴും അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുദപിക്കാൻ സാധിക്കാത്തത് എന്താ കാര്യമെന്നറിയാമോ? അനുതാപം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിൻ്റെ ബോധ്യം, ഞാൻ തെറ്റുകാരിയാണ്, ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യമാണ് അനുതാപം. അനുദപിക്കാൻ പറ്റാത്ത കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റുകൾ നമ്മൾ ന്യായീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ അവർ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ന്യായീകരിക്കാൻ നമുക്ക് അധികാരം ഇല്ലെന്ന് ഒരു തീരുമാനം എടുക്കുക, ഒരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഇനി ഞാൻ ശരിയാണെങ്കിൽ തന്നെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ന്യായീകരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിയാണ്, മറ്റാൾ തെറ്റാണെന്ന് ഞാൻ അങ്ങോട്ട് വിധിക്കുകയാണ്. അപ്പം തന്നെ ഇതൊക്കെ സാത്താൻ്റെ അടവാണ്. അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നാളെ ഇനി അയാൾ തലയിൽ കയറി ഇരിക്കുമെന്ന് പലരും കൗൺസിലിങ്ങിൽ എന്നോട് പറയാറുണ്ട്. അത് ആ സാഹചര്യം അവരുടെ നിയന്ത്രണത്തിലെടുക്കുക. അത് തെറ്റിദ്ധാരണയാണ്. എനിക്ക് ശരിയാക്കി എടുക്കുക ഇവരെല്ലാം. ഇവരെ മദ്യപാനം എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റും, ഇവരെ ഉത്തരവാദിത്തത്തിലേക്ക് എന്നെക്കൊണ്ട് സാധിക്കും. ഞാൻ ഇങ്ങനെ ഒച്ചയും ബഹളവും എടുത്ത് ഭർത്താവ് പേടിക്കും. ഭർത്താവ് പേടിക്കായിരിക്കും, പിശാശ് പേടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന പിശാശാണ്, ഭർത്താവില്ല. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 6:12 അതാ അപ്പോസ്തലൻ പറയുന്നത്, നിൻ്റെ യുദ്ധം രക്തത്തോടും മാംസത്തോടും ആയിരിക്കരുത്, അന്ധകാരത്തോടായിരിക്കണമെന്ന്. പിശാശ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരോട് വഴക്കിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അപ്പോൾ അനുദപിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കാര്യം എന്താണെന്നാൽ ഞാൻ എന്ത് പാപം ചെയ്ത് എന്നൊക്കെ തോന്നും. നമ്മ അറിയാതെ തന്നെയാണ് നമ്മ നന്മ ചെയ്യുന്നതും. അഹങ്കരിച്ച് കഴിഞ്ഞാൽ, നന്മ ചെയ്ത് അഹങ്കരിച്ചാൽ അത് പാപമാണ്. അതുപോലും നമ്മൾ അറിയാറില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടിയിലിരിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നീ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഞാൻ ദൈവരാജ്യത്തിലാണ്. ഉടമ്പടി എടുത്ത് ഞാൻ ലോകരാജ്യത്തിലായിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതുതന്നെയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക. എന്താ സുവിശേഷം? ജീവിക്കുന്നത് ഗലാത്യർ 2:20 ജീവിക്കുന്ന ഞാനില്ല, എന്നിൽ ജീവിക്കുന്ന ഈശോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ യോഹന്നാൻ 14:19 പറയുന്നത്, ഞാൻ ജീവിക്കുന്നു, അതുകൊണ്ട് നീയും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം എന്താണ്? പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ദൈവം ദേവാലയത്തിൻ്റെ അകത്തായിരുന്ന മനുഷ്യൻ പുറത്തും. അപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യം എന്താണ്? പുതിയ നിയമം വന്നത് ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? ദൈവം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളുടെ കൂടെ വസിക്കുക, നമ്മളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് തന്നെയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണ്. ഇവിടെ സാത്താൻ പരാജയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ദൈവം വിജയിച്ചിരിക്കുക. ദൈവം ഈ ലോകത്തെ വിജയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ബോധ്യം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് എല്ലാത്തിനും വിജയം ദൈവം തന്നെയാണ്. അതിൻ്റെ ഉത്തരം ദൈവം തന്നെയാണ്. നിനക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരം ദൈവം മുൻകൂട്ടിയെ നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, പരിഹാരം തന്നു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തതാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ എവിടെയാണ്? ലോകരാജ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹാഗറും കൊച്ചും. ഹാഗർ കേട്ടിട്ടില്ലേ പഴയ നിയമത്തിൽ? അബ്രാമിൻ്റെ ജോലിക്കാരത്തി ഹാഗറിനെ മരുഭൂമിയിലേക്ക് സാറാ പറഞ്ഞിട്ട് അബ്രാം അയക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊച്ചു മരിക്കാൻ വേണ്ടി കാത്തിരിക്കും.
അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടാതെ മരിക്കാൻ കാത്തിരിക്കുമ്പോഴും അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ വെള്ളം അവിടെ തന്നെ ഉണ്ടായി, കിണറുണ്ടായിരുന്നു. പക്ഷേ ഹാഗറിന് കാണാൻ സാധിച്ചില്ല. അവൾ ലോകരാജ്യത്തിലായിരുന്നു. ആ ദൈവദൂതൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്ന്, എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലേക്ക് അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ചിരുന്ന പരിഹാരം കണ്ടുപിടിച്ച്, പ്രൈസ് ദി ലോർഡ്, കണ്ടുകിട്ടി. അപ്പം നമ്മളെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിനക്ക് തരും, അങ്ങോട്ട് തന്ന് വെച്ചിരിക്കുക. പക്ഷെ നീ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നീ എന്തായിരിക്കണം? ദൈവരാജ്യത്തിലേക്ക് വരണം, അനുദപിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് മറന്നു പോകരുത്. ചെറിയ ദൈവമേ, നമ്മൾ എപ്പോഴും പരിശോധിക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ ഞാൻ ഈ 1 മണിക്കൂറിനകത്ത് എന്തൊക്കെ പാവമാണ് ചെയ്തു പോയത്, എന്തൊക്കെ വർത്താനമാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇത് ജീവിതമാണ്. നിന്നെ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, നീ ഉടമ്പടിയിലാണല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ദൈവം മഹത്വപ്പെടേണ്ടത്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിത രീതി, അതൊരു വാക്കൊന്നുമില്ല. ജീവിതം ദൈവത്തിൻ്റെ അടുത്താണല്ലേ നീ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്വന്തമാണല്ലേ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയല്ലേ നീ? നീ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനസ്സിലാക്കണം. ഇല്ലാതെ ഒരു ഫോം ഫില്ല് ചെയ്ത് ഈ പേടകത്തിൽ ഇട്ടതില്ല ഉടമ്പടി. ഒരു 5-6 നിയോഗം എഴുതിയിട്ട് 3 നടന്ന് ഇനി 3 നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രക്രിയ ഇല്ല ഉടമ്പടി. ഇത് ദൈവവും നീയുമായിട്ടുള്ളൊരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നീ ദൈവരാജ്യത്തിൽ നിൽക്കാനാണ്. ദൈവം നിന്നെ രാജ്യം ചെയ്യണം. ദൈവം ഭരിക്കും. ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നടപ്പിലാക്കുക. അത് നിനക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുക പോലുമില്ല. ഹബക്കുക്ക് 1:5 അതാ പറയണത്, ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്ന നീ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, നീ പോലും വിശ്വസിക്കില്ല. അത്രയും പ്രവർത്തിക്കും ദൈവം. അതൊന്നും നമുക്ക് പറഞ്ഞ് നമ്മളുടെ ശക്തിയിലാണ് നമ്മൾ നോക്കുന്നത്. ഞാനിപ്പോൾ കുടിലിൽ താമസിക്കുക, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അമ്മ വിചാരിക്കും എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഒരു ചെറിയ വീട്, 2 സെൻറ്റിൽ ഒരു വീട് കിട്ടിയാൽ മതി. അതൊക്കെ നമ്മളെ വിചാരമാണ്, നമ്മളെ ശക്തിയാണ്, നമ്മളെ ബലഹീനതയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതൊന്നുമില്ല. നീ ആലോചിച്ച് നോക്കാത്ത അത്രയും നിന്നെ ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മകളാണ് നീ, ദൈവത്തിൻ്റെ മകനാണ് നീ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സുവിശേഷം തന്നെ ഇതാണ്. എപ്പോഴും സുവിശേഷം ഓർക്കണം. സുവിശേഷം നീ പ്രഘോഷിക്കണമെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. പഴയ നിയമത്തിൽ നീ സഹനം നിനക്കൊരു നഷ്ടമായിരുന്നെങ്കിൽ പുതിയ നിയമം, സുവിശേഷം എന്താണ്? പുതിയ നിയമത്തിൽ സഹനം അത് നഷ്ടമില്ല, അത് കുരിശാണ് നിനക്ക്. കുരിശ് 1 കൊരിന്ത്യർ 1:18 അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അത് കൃപയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്താണ്? കൃപയാണ്. ഇപ്പം കൃപ നമ്മളെല്ലാം ഉടമ്പടിയിൽ ഇങ്ങനെ പറയുമല്ലോ, എൻ്റെ യോഗ്യതയിലില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ കൃപ എന്താണെന്ന് മനസ്സിലായ? കൃപ എന്താണ്? കൃപ എങ്ങനെയാണ് കിട്ടുന്നത്? നീ ബൈബിൾ വായിക്കുന്നതുകൊണ്ടാണോ? ഇല്ല. നീ കൃപയുള്ളത് കൊണ്ടാണ് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നത്. കൃപയുള്ളത് കൊണ്ടാണ്, ദൈവം തന്ന കൃപ കൊണ്ടാണ് നിനക്ക് ദിവസം കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നീ നല്ല വിശപ്പിലാണ്, നിനക്ക് വലിയ കടമുണ്ട്, നാളെ വീട് ജപ്താവും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് പലിശയെങ്കിലും 1 ലക്ഷം രൂപ കെട്ടണം. അപ്പോൾ നീ നോക്കുമ്പോഴത്തേക്ക് റോട്ടിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാളുടെ ബാഗിലിരുന്ന് ഒരു പണക്കെട്ട് വീണ് അയാൾ ശ്രദ്ധിക്കാതെ പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മത് അന്യൻ്റെ മുതൽ നമ്മൾ എടുക്കാതെ ഇരിക്കുന്നത് കൃപ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എടുക്കാതെ ഇരുന്നത് കൊണ്ട് കൃപ നിനക്ക് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് എടുക്കാതെ ഇരിക്കുന്നത് കൃപ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് വഴക്കിടുമ്പോൾ നീ തിരിച്ച് ചീത്ത വിളിക്കാത്തതും ചീത്ത വാക്ക് പറയാത്തതും അത് എന്തുകൊണ്ടാണ്? അത് കൃപ കൊണ്ടാണ്. നീ ചീത്ത വാക്ക് വിളിക്കാത്ത കൊണ്ട് നിനക്ക് കൃപ കിട്ടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? നീ പ്രാർത്ഥിക്കുന്നത് കൃപ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്.
പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയൊന്നും കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതാണ് ആഗ്രഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃപ സമ്പാദിക്കേണ്ടത്? കൃപ ദൈവം ഫ്രീ ആയിട്ട് തരിക. അത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ദൈവം കൃപ സമ്പാദിച്ചത് എങ്ങനെയാണ്? ഈശോ കൃപ സമ്പാദിച്ചത് എങ്ങനെയാണ്? ഈശോ കൃപ സമ്പാദിച്ചത്, കൃപ ഈ ലോകത്തേക്ക് ആര് വഴിയാണ് വന്നത്? യോഹന്നാൻ 1:17 ഈശോ വഴിയാണ് കൃപ ഈ ലോകത്തേക്ക് വന്നത്. ഈശോ കൃപ സമ്പാദിച്ചത് എങ്ങനെയാണ്? കുരിശിൽ തന്നെ ബലി കൊടുത്തുകൊണ്ടാണ് കൃപ സമ്പാദിച്ചത്. കുരിശിൽ മരിച്ചുകൊണ്ടാണ് കൃപ സമ്പാദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളും ആ കൃപ തന്നെ നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ കൊളോഷ്യർ, ഇന്നത്തെ വായന അതാണ്. ഒന്നാം വായന കൊളോഷ്യർ 2:12 എന്താ പറയണത്? നീ ജ്ഞാനസ്ഥാനം വഴി ഈശോയുടെ കൂടെ മരിക്കുമ്പോൾ നീ ഉയർത്തെണിക്കും. എന്നുവെച്ചാൽ കൃപ ലഭിക്കും നിനക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാവരും ഈശോയുടെ കൂടെ മരിക്കണം. നമ്മൾ മരിക്കാറില്ല, നമ്മൾ മരണം അഭിനയിക്കുക. അപ്പോൾ ആരെങ്കിലും അപ്പോൾ ഈശോനെ അതുപോലെ തന്നെ കുരിശിൽ വെച്ചിട്ട് മരിച്ചാന്ന് കുത്തി നോക്കിയല്ലേ ചെയ്തത്? നമ്മളെയും പലവരും നമ്മൾ മരിക്കാത്തത് കൊണ്ടാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈഗോ ഉയർത്തെണിച്ച് വരും. ജീവിച്ചിരിക്കുക നമ്മൾ ഇങ്ങനെ മരിച്ച പോലെ കിടക്കുക, അത്രയേ ഉള്ളൂ. കുർബാനയ്ക്ക് പോവും, ഉടമ്പടി എടുത്ത് അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്ങനെ ഈശോയുടെ കൂടെ ഉയർത്തെണിക്കണമെന്നുണ്ടെങ്കിൽ, ഈശോനെ പോലെ നമുക്ക് കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഈശോയുടെ കൃപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ കൂടെ മരിക്കണം. ഈശോ എങ്ങനെയാണ് മരിച്ചത്? ദൈവമായിട്ടും. ഫിലിപ്പിയർ 2:6 അവൻ ദൈവമായിട്ടും അവൻ മനുഷ്യനായി അടിമയുടെ രൂപം എടുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എളിമപ്പെടുന്നതാണ് മരിക്കുന്നത്. നമ്മളെ ഈഗോനെ കൊല്ലണം, നമ്മൾ അഹങ്കാരത്തെ കൊല്ലണം. അഹങ്കാരം മരിക്കണം അവിടെ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ ആഗ്രഹം മരിക്കണം. നമ്മൾ എന്താ ചെയ്യുക? ആരെങ്കിലും ഭർത്താവ് ഒന്ന് ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ചീത്ത വിളിക്കാം. മരിച്ച പോലെ ഇരിക്കും. ഞാൻ മരണത്തിലെ ഈശോയുടെ കൂടെയാണ്, ഞാൻ ഉയർത്തെണിച്ചിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ചിരിക്കും. ഞാൻ അവസാനത്തിൽ ഞാൻ ഈശോയുടെ കൂടെ മരിച്ചിരിക്കുക. പക്ഷെ അപ്പം തട്ടി നോക്കുമ്പോഴത്തേക്ക് നീ ഉണർന്നിട്ട് തിരിച്ച് ചീത്ത വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ കുരിശിൽ കിടന്നപ്പോഴത്തേക്കും പ്രലോഭനം ഉണ്ടായി. നീ ദൈവം പുത്രനാണെങ്കിൽ നിനക്ക് ഇറങ്ങി വന്ന്. ദൈവം കുരിശീർന്ന് എടുത്തിട്ട് ഇവരെല്ലാം കൊന്നു കളഞ്ഞ് താഴെ വരാമെന്നൊന്നുമില്ല. അതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് മരണം അത് അഭിനയിച്ചില്ല. അത് നമ്മളെ ലോകരക്ഷയ്ക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ച് ഉയർത്തെണിക്കുക ചെയ്തത്. നമ്മ മരിക്കാതെ, അത് തന്നെയാണ് യോഹന്നാൻ 12:24 ഗോതമ്പ് മണി മണ്ണി വീണ് മരിക്കാതെ അത് ഫലം പുറപ്പെടുവിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നീയും ഈശോയുടെ കൂടെ മരിക്കാതെ നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ ചെറിയ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നിനക്ക് അങ്ങനെ പോകാനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ല. ഫലം പുറപ്പെടുവിക്കണം. ദൈവത്തിൻ്റെ മകനാണെന്ന് ലോകം കാണണം. തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം. എന്നാലേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവപ്പെടുകയുള്ളൂ. നമ്മളൊക്കെ എന്താ കാര്യമെന്ന് വെച്ചാൽ, അപ്പോൾ ഗോതമ്പ് മണി മണ്ണി വീണ് അത് ഫലം പുറപ്പെടുവിക്കുന്ന പോലെ നീ വീണ് കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നീ പ്രതികരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരാളോട് നീ പാപം ചെയ്യരുത്. പ്രതികരിക്കുമ്പോൾ നീ പാപം ചെയ്യും, പാപം ചെയ്തു പോവും. ഈശോയുടെ കൂടെ മരിച്ചിരിക്കുകയാണ്. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഉയർത്തെണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈശോയുടെ കൂടെ മരിച്ചിരിക്കുകയാണ്. എനിക്ക് വെറുപ്പുണ്ടാകില്ല, വിദ്വേഷം ഉണ്ടാകില്ല. മരിച്ചാൾക്ക് എവിടെയാണ് വെറുപ്പും വിദ്വേഷവും? അവനെക്കുറിച്ചുള്ള വിചാരം ഇവിടെ? എന്നെ ഇങ്ങനെ പറഞ്ഞ് എന്നെ അപമാനിച്ച് ആരാ പറയുന്ന? മരിച്ചാൾക്ക് പറയാൻ സാധിക്കുക? ആ വിചാരം ഉണ്ടാവുക? നമ്മൾ മരിക്കാത്ത കൊണ്ടാണ്, മരണം അഭിനയിക്കുന്ന കൊണ്ടാണ് നമുക്കിതെല്ലാം വിചാരം വന്ന് സങ്കടമായി, വെറുപ്പായി, ദേഷ്യമായി, ചീത്തവിളിയായി. അതിനെല്ലാം ഇന്ന് അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ തിരിച്ചങ്ങോട്ട് മരിച്ച ആൾ, ഒരു മരിച്ച ആളെ ചീത്ത വിളിക്കുമ്പോൾ അയാളെ എണിച്ചൊന്ന് നിങ്ങൾ അടിക്കുക, ഇല്ല തിരിച്ച് ചീത്ത വിളിക്കുക. നമ്മളെല്ലാം ചെയ്യാറുണ്ടത്. പ്രൈസ് ദി ലോർഡ്. ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നൊരു വിചാരം വേണം, ഞാൻ ഉടമ്പടിയോടെ ഈശോയുടെ കൂടെ മരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പഴയ ജീവിതം മരിച്ച് ഞാൻ ഉയർത്തെണിക്കും.
ഈശോയുടെ മകനും മകളുമായിട്ട് ആ നിമിഷം ഞാൻ ഉയർത്തെണിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് എൻ്റെ അഹങ്കാരത്തെ ഞാൻ കൊന്നുകളയാണ്, എൻ്റെ ദുരാശയെ ഞാൻ കൊല്ലുകയാണ്, എൻ്റെ ദേഷ്യത്തെ കൊല്ലുകയാണ്. നിങ്ങൾ പറയണം ഞാൻ ഈശോയുടെ കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ കൃപ നിറയും, നിന്നിൽ കൃപ നിറയും. പിന്നെ കുറേ കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ സാധിക്കും. നിന്നെ ദ്രോഹിക്കുന്നവർക്ക് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതിനാണ് ഈശോ പറഞ്ഞത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ റോമ 12:14 നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധിക്കും. ഇത് ഈശോയുടെ കൂടെ മരിക്കുമ്പോഴേ സാധിക്കും. കൃപ നിറയുമ്പോൾ നിനക്ക് സാധിക്കും. ഇല്ലാതെ കുറേ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നിനക്ക് കൃപ കിട്ടുക ഇല്ല ചെയ്യുന്നത്. കൃപ ഉള്ളത് കൊണ്ട് മാത്രം നിനക്ക് സൽപ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നീ അഭിനയിക്കുക ചെയ്യണം. അത് മനസ്സുകൊണ്ട് സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്. പത്രം വിതരണം ചെയ്യുമ്പോഴും അത് കൃപയിലാണ് ചെയ്യേണ്ടത്. ഇല്ലാതെ ഈ കൃപ കിട്ടാൻ വേണ്ടിയിട്ടും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് നീ ചെയ്യേണ്ടത് ഈശോയുടെ കൂടെ ഗോതമ്പ് മണി മണ്ണിൽ മരിക്കുന്ന പോലെ നീ നിൻ്റെ അഹങ്കാരത്തെയും നിൻ്റെ വെറുപ്പിനെയും വിദ്വേഷത്തെ ദേഷ്യത്തെയും ദുരാശയും ഈ ലോക ആഗ്രഹത്തെയും നീ ഈ ഈശോയുടെ കൂടെ തന്നെ നീ മരണത്തിലേക്ക് കൊണ്ടുപോകണം. നീ ഉയർത്തെണിക്കും. പുതിയൊരു ജീവനായിട്ട്, പുതിയൊരു ആത്മാവായിട്ട് നീ ഉയർത്തെണിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷമായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.